മുഹമ്മദ് സാഹിബ് അല്ലേ? അതെ മൗലവിയാണോ? അതെ. എവിടെയാണ്? പരിചയപ്പെടാൻ വേണ്ടി വിളിച്ചാ? ചെറുത്തൂര്. ഓ, ചെറുത്തൂർ. നിങ്ങളാരാണ്? ഞാന് ഞാൻ ഗ്രൂപ്പിൽ നിങ്ങളെ കണ്ട്, നിങ്ങളാ തൗഹീദ് പ്രഭാഷണമൊക്കെ ഇട്ടിരുന്നല്ലോ. ഏത് ഗ്രൂപ്പില്? എന്താ ഏതൊരു ഗ്രൂപ്പ് ഉണ്ട്, അതിൽ നിങ്ങളെ പിന്നത്തെ ഖുതുബയുടെ ഒക്കെ ക്ലിപ്പ് ഇട്ടില്ലായിരുന്നോ? ആ, അപ്പൊ അങ്ങനെ വിളിച്ചതാ, ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാന്നുള്ളതൊക്കെ വിളിച്ചതാ. അവിടെ പള്ളി ഖത്തീബാ? നിങ്ങളുടെ പേരെന്താണ്? എൻ്റെ പേര് അബ്ദുസ്സലാം. വീട് എവിടെയാ? കമ്പളക്കാട് എന്ന് പറയും, വയനാടാണ്. വയനാടാണല്ലേ? എറണാകുളം ജില്ലയാണോ? എറണാകുളത്താ. എറണാകുളം കോതമംഗലം പറയും. മാഷാ അല്ലാ. പിന്നെ എവിടെ സ്ഥാപനത്തിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഞാൻ അവിടെ ഒരു പള്ളിയിലെ ഖത്തീബാണ്. മാഷാ അല്ലാ. പിന്നെ ഞാനൊരു സുന്നി കുടുംബത്തിലൊക്കെ ജനിച്ച ആളാണ്. അപ്പൊ എനിക്ക് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടോ, ഒന്ന് ക്ലിയർ ആക്കാൻ കരുതിയിട്ട് വിളിച്ചതാണ്. ഇതിപ്പോ സംശയം ഇപ്പൊ അങ്ങനെ തീരുന്ന സംശയമൊന്നുമല്ലല്ലോ. അതെന്നാലും നമുക്ക് ഒരു മനസ്സിനൊരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറ്റാൻ പറ്റുമോ എന്നൊക്കെ എന്നുള്ള. നമ്മൾ സാധാരണക്കാരനാണ്, പണ്ഡിതനൊന്നല്ല, പഠിച്ചാളൊന്നല്ല. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ കച്ചവടം, അടക്ക, അതുപോലെ തന്നെ കറപ്പ, അങ്ങനത്തെയൊക്കെയുള്ള കച്ചവടങ്ങളാ, തോട്ടക്കച്ചവടങ്ങളാ. വയനാട് എവിടെയാണ്? കമ്പളക്കാട്. കമ്പളക്കാട് എവിടെ? എനിക്കറിയില്ല. കമ്പളക്കാട് വയനാട് മാനന്തവാടി കൽപ്പറ്റന്റെ ഇടയിലാണ്. അത് ശരി. വന്നിട്ടുണ്ടോ? വയനാട്ടിൽ വന്നിട്ടുണ്ടോ? പാസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാലേ, പ്രാർത്ഥന അല്ലാഹുവോട് മാത്രം അല്ലേ? അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ ഈ കാര്യകാരണ ബന്ധത്തിനപ്പുറം അബോധിക മാർഗത്തിലൊക്കെ ഉപകാരോപദ്രവം ലഭിക്കാനുള്ള തേട്ടം, അതായത് അബോധിക മാർഗത്തിൽ സഹായം ചോദിക്കാൻ, കാര്യകാരണ ബന്ധത്തിന് അതീതമായിട്ടൊക്കെ സഹായിക്കാൻ അല്ലാഹ്ക്കേ പറ്റുന്നുള്ളൂ എന്നുള്ള ആ വിശ്വാസമല്ലേ? ഇതൊക്കെ ഒത്തിരി ചർച്ച ചെയ്ത വിഷയമാണ്. ഇപ്പൊ ഓരോരുത്തർക്കും ഓരോ നിലപാടുണ്ടാവും, അതനുസരിച്ച് പോകാന്നല്ലാതെ ഇനി അത് നമ്മൾ ചർച്ച ചെയ്തിട്ട് കുറച്ചുകൂടെ സങ്കീർണമാക്കേണ്ട കേസില്ലാന്ന് എനിക്ക് തോന്നുന്നു. അല്ല, അങ്ങനെയല്ല, എനിക്ക് ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയിട്ടാണ്. അത്യാവശ്യം മനസ്സിലാക്കേണ്ടവർക്ക് ആ വിഷയങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. പിന്നീട് അതിന്റെ പുറത്ത് ഒരു ആവശ്യമില്ലാത്ത ചർച്ചയ്ക്ക് നമ്മള് മെനക്കെട്ടിട്ടൊരു കാര്യമില്ലാന്ന് എനിക്ക് തോന്നണം. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ് അത്രേ ഉള്ളൂ, കൂടുതൽ സമയം ഞാൻ ബുദ്ധിമുട്ടാക്കുന്നില്ല. ഒരു ചെറിയൊരു ഇഷ്കാലം ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ ആയിട്ടൊരു ഡയറക്റ്റ് ഇങ്ങനെ ഈ സംസാരം ആകുമ്പോൾ എനിക്ക് ഈ വാട്സപ്പിൽ ഞാൻ അങ്ങനെ സംസാരിക്കില്ല. അപ്പോൾ ഇതാകുമ്പോൾ ഒരു നേരിട്ടാകുമ്പോൾ നമുക്കൊരു പെട്ടെന്നൊരു വ്യക്തത വരുമല്ലോ എന്ന് കരുതിയിട്ടാ. റസൂലുള്ളാഹിയുടെ കാലത്ത് ഇതൊക്കെ നടന്നിട്ടുണ്ട്, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചോദിച്ചിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹി ജീവിച്ചിരുന്ന കാലത്ത് ഏതെങ്കിലും മരിച്ച മഹാത്മാക്കളെ വിളിച്ച് സഹായം തേടുകയോ? അല്ല, ഈ മരിച്ചവരോട് തേടുമ്പോഴും മരിച്ചവരോട് പ്രാർത്ഥിക്കാം, ജീവിച്ചിരിക്കുന്നവരോട് പ്രാർത്ഥിക്കാൻ പറ്റില്ല, അങ്ങനെയല്ലല്ലോ. ശിർക്കാണെങ്കിൽ എല്ലാവരോടും ശിർക്കല്ലേ? പ്രാർത്ഥന മരിച്ചവരോട് നടത്തിയാലും ജീവിച്ചിരിക്കുന്നവരോട് പ്രാർത്ഥന നടത്തിയാലും ശിർക്കല്ല. അതായത് അബോധിക മാർഗത്തിൽ ഉപകാരം കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഏത് മഖ്ലൂക്കിനോട് തേടിയാലും ശിർക്കാണ്. അള്ളാഹിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്, അത് അള്ളാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതാണ് അല്ലേ? കാര്യകാരണ ബന്ധത്തിന് അതീതമായിട്ട് അബോധികമായിട്ടൊക്കെയുള്ള തേട്ടം അത് അള്ളാഹുവിന്റെ അടുത്ത് മാത്രമുള്ളതാണ്. അത് പടപ്പോരോട് ചോദിച്ചാൽ ശിർക്കാണ്. അത് ജീവിച്ചിരിക്കുന്നവരോടായാലും മരിച്ചവരോടായാലും. അതാണ് ചോദിച്ചത്. അപ്പോൾ അവിടെ ഈ സുന്നികളൊക്കെ സാധാരണ ഈ 5000 ചില്ലാനും കിലോമീറ്റർ അപ്പുറത്തുള്ള ബൽക്കീസ് രാജ്യത്തിന്റെ സിംഹാസനം കണ്ണ് ചിമ്പി തുറക്കുമ്പോഴേക്ക് ഞാൻ കൊണ്ടുതരാന്ന് പറഞ്ഞില്ലേ? ഇത് അബോധികല്ലേ? അത് മോചിതത്തല്ലേ പ്രവാചകന്മാർക്ക്? അല്ലാതെ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് അള്ളാഹിനോടല്ലേ പറ്റുള്ളൂ, മോചിതത്തിന്റെ അടിസ്ഥാനത്തിൽ വേറെ ആരോട് പറ്റില്ലല്ലോ. അതൊരു പ്രാർത്ഥനയാണ് അവിടെ. അത് സദസ്സിൽ ഇരിക്കുന്നവരോട് ചോദിച്ചൊരു ചോദ്യമല്ലേ? അല്ല, അപ്പൊ മറുപടി പറഞ്ഞത് ഞാൻ കൊണ്ടുവരുന്നല്ലേ പറഞ്ഞത്, അബോധിക മാർഗത്തിൽ കൊണ്ടുവരുന്നല്ലേ പറഞ്ഞേ? അതിനല്ലേ പ്രാർത്ഥന എന്ന് പറഞ്ഞേ? പ്രവാചകന്മാരുടെ ജീവിതത്തിൽ അതുപോലെ പലതുണ്ടായിട്ടില്ല. മൂസാ നബി അലൈഹി സ്വലാം വടി നിലത്തിട്ടിപ്പോ പാമ്പായി, അതുകൊണ്ട് അത് എന്താണ് അങ്ങനെ അല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ അപ്പൊ ആ നിർവചന ഡെഫിനിഷൻ തെറ്റല്ലേ എന്നാ ചോദിക്കുന്നത്. കാരണം ഇപ്പൊ മുജത്തിന്റെ അടിസ്ഥാനത്തിൽ, കറാമത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ അബോധിക മാർഗത്തിൽ സഹായങ്ങൾ ചോദിക്കാമെന്നും കിട്ടുമെന്നുണ്ടെങ്കിൽ അത് പ്രാർത്ഥന എന്ന് പറയുന്നത് ശരിയല്ലല്ലോ എന്നാ ചോദിച്ചേ? അങ്ങനെ നമ്മുടെ റസൂലുള്ളാഹിയുടെ ജീവിതകാലത്തിൽ ഇതുപോലെ എന്തെങ്കിലും ഉദാഹരണങ്ങൾ നമുക്ക് വേണ്ട ജീവിതത്തിൽ ഏതെങ്കിലും പ്രതിസന്ധി ഘട്ടത്തിൽ മരിച്ചുപോയവരോട്? അല്ല, ഈ മരിച്ചവരോടുന്നുള്ള ചർച്ചയല്ലേ നമുക്ക്. ഈ മർമ്മമാണ്, മർമ്മപ്രധാനമായ വിഷയം. മർമ്മത്തിൽ എന്നിട്ട് ചോദിച്ചാൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരോട് ചോദിച്ചാലും മരിച്ചവരോട് പ്രാർത്ഥിച്ചാലും ഈ പ്രാർത്ഥന വരുമ്പോഴാണല്ലോ ശിർക്ക് വരിക. പ്രാർത്ഥനയുടെ പരിധിയിൽ വരുന്നതാണ് ഈ ശിർക്കാവും. അതെ, അതന്നെ ചോദിക്കണത്. അപ്പോ ഈ കാര്യകാരണ ബന്ധത്തിന് അപ്പുറം പ്രാർത്ഥനയുടെ പരിധി വരൂലേ?
പിന്നെ അബൗദികം മോചിതത്ത് പ്രവാചകന്മാരുടെ മോചിതത്ത് അവരുടെ ജീവിതകാലത്ത് അതുപോലെ പല സംഭവങ്ങളുണ്ട്. അത് ഇതുമായിട്ട് കൂട്ടിക്കൊഴിക്കേണ്ട കാര്യമില്ല. അല്ല അപ്പൊ ഈ പ്രാർത്ഥന അള്ളഹാനോട് മാത്രം എന്ന് പറയുമ്പോഴേ, അതായത് പിന്നെ അവിടെ മുജിസത്ത് കറാമത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ കയ്യെങ്കിൽ പിന്നെ അങ്ങനെ ആ നിർവചനം തെറ്റല്ലെന്നാ ചോദിക്കണേ. അതിങ്ങനെ തെറ്റാണ്. അത് പ്രവാചകന്മാര് പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അള്ളാഹിന്റെ കൽപ്പനയ്ക്ക് അതന്നെ, അതിപ്പോ ഒക്കെ അങ്ങനെ തന്നെയല്ലേ ഉസ്താദെ? അതല്ല, അത് പ്രവാചകന്മാർ അവര് പ്രവാചകത്വം സ്ഥാപിക്കുന്നതിന് ഒരു പ്രവാചകം തെളിക്കാനൊക്കെ ഉള്ള മോചിതത്വം കൊടുക്കുന്നത്. അതന്നെ അപ്പൊ ഈ കാര്യകാരണ ബന്ധത്തിന് അപ്പുറം മോചനത്തിന്റെ അടിസ്ഥാനത്തിൽ കയറിയാൽ അത് പ്രാർത്ഥന ആവില്ലെന്നാ ചോദിക്കണത്. അതാ പറഞ്ഞ അതിന് മാതൃകയില്ലല്ലോ. അല്ല മാതൃക വേണ്ട. ഈ കാര്യകാരണ ബന്ധത്തിനപ്പുറം തേടൽ ശിർക്കാണെന്നാണല്ലോ. അബൗദിക മാർഗത്തിൽ സഹായം കിട്ടും എന്നുള്ള വിശ്വാസം, അതാണല്ലോ പിന്നെ ശിർക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഈ മരിച്ചവരോടാവുമ്പോഴും ജീവിച്ചിരിക്കുന്നവരോടൊക്കെ ആവുമ്പോൾ അവിടുന്നല്ലേ ശിർക്ക് വരിക. ഞാൻ തുടക്കത്തിൽ ഇങ്ങോട്ട് പറഞ്ഞല്ലോ, ഞാൻ ഈ കാര്യത്തില് നിങ്ങളുമായിട്ടൊരു സംവാദത്തിന് റെഡിയല്ല. അല്ല, ഞാൻ ഇതിന്റെ സംശയം തീർക്കാനാവല്ലോ, ഞാൻ നിങ്ങളെ തർക്കിക്കാറൊന്നല്ല. സംശയം അങ്ങനെ തീരൂല സുഹൃത്തെ. അല്ല ഒന്നത്, പിന്നെ വേറൊന്നുണ്ട്. വേറെ ഇപ്പൊ ധാരാളം സംഭവങ്ങൾ. ഇപ്പൊ പ്രവാചകന്മാരുടെ അടുത്ത് ചെന്നിട്ട് കണ്ണ് പിന്നെ പോയ സമയത്ത് നേരെ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് സഹാബത്തിനെ കൊണ്ടുപോയില്ലേ. അപ്പൊ എന്താ വെച്ചാലും വിശ്വാസം റസൂലുള്ള സർജറിയിലൂടെ പിന്നെ മാറ്റി കൊടുക്കുന്നല്ലോ. അതുപോലെ തന്നെ കാല് ഒടിഞ്ഞു തൂങ്ങിയപ്പോ, അതുപോലെ തന്നെ മറവിയുള്ള സമയത്തൊക്കെ ഈസാ നബി അലൈഹി സ്വലാം മരിച്ചവർ ജീവിച്ചിട്ടില്ലേ? അതെ, അതന്നെ പറയണത്. അപ്പൊ ആ ഈസാ നബിന്റെ മറ്റേ ഇതും പറഞ്ഞിട്ടില്ലേ, അതായത് വീട്ടിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച സാധനം പറഞ്ഞു തരുന്നു. ഞാൻ പറയുന്നത് ആ ഈസാ നബിയോട് ഇന്ന് നമുക്ക് ചോദിക്കാൻ പറ്റും, എന്റെ കുട്ടി മരിച്ചോ, ഈസാ നബിയെ ജീവിപ്പിക്കാന്ന് പറയാൻ പറ്റുമോ? അതായത് ഈസാ നബി അലൈഹി സ്വലാം മരിച്ചോലെ ജീവിപ്പിക്കും. അതുപോലെ തന്നെ അവിടുന്ന് കുറച്ചും കൂടെ ഇങ്ങോട്ട് വരുമ്പോ ഈ വീട്ടിന്റെ ഉള്ളിൽ ഞാൻ ചോദിച്ചതിന് മറുപടി പറയും. ഈസാ നബി അലൈഹി സ്വലാം മരിച്ചവരെ ജീവിപ്പിച്ചിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ ഈസാ നബിക്ക് കൊടുത്ത മോചിതത്താണ്. ഈസാ നബി ഇന്നും ജീവിച്ചിരിക്കുന്നു, മരിച്ചിട്ട് പോലും ഇല്ല. ഈസാ നബി ഇന്നും ജീവിച്ചിരിക്കുന്നു. ആ ഈസാ നബിയോട് നമുക്ക് അങ്ങനെ നമ്മുടെ കുട്ടി മരിച്ചുപോയി, ഈസാ നബിയെ നിങ്ങളിങ്ങനെ മരിച്ചവർ ജീവിച്ചിട്ടുണ്ട്, എന്റെ കുട്ടി ജീവിപ്പിക്കണേ എന്ന് ചോദിക്കുന്നതിന്റെ ഹുക്കം എന്താണ്? അവിടുത്തെ കുറച്ചും കൂടെ ആയത്തിൽ തന്നെ താഴേക്ക് ഇങ്ങോട്ട് വരുമ്പോൾ അല്ല, അതിന്റെ മറുപടി ഞാൻ പറയണത്, അതിന്റെ മറുപടി ഞാൻ പറഞ്ഞുതരാം. ഉക്കുമ പറഞ്ഞുതരാം. അത് ആ ചോദ്യത്തിന്റെ ഉക്കുമ ഇപ്പൊ കിട്ടും. അതായത് എന്താ അറിയാം, അതേ ആയത്തിന്റെ താഴ്ഭാഗത്ത് തന്നെ അബീബി മൗലവി, അതേ ആയത്തിന്റെ താഴ്ഭാഗത്ത് തന്നെ ഉനബ്ബിഉക്കും ബിമാ തഅകുലൂന വമാ തദ്ഖിറൂന ഫീ ബുയൂത്തിക്കും എന്ന് പറയണ്ടല്ലോ. എടുത്തോ. അത് വീട്ടിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച സാധനം ഞാൻ പറഞ്ഞു തരും. നിങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ ഒരു സാധനം ഒളിപ്പിച്ചു വെച്ചിട്ട് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ഞാനത് പറഞ്ഞു തരൂ. അപ്പൊ അത് അബൗദിക മാർഗത്തിലുള്ള തേടാനാണല്ലോ ആവശ്യപ്പെടുന്നത്. അത് തന്നെ ഞാനും ചോദിക്കുന്നത്. എന്റെ പോക്കറ്റിൽ എത്ര രൂപയുണ്ടെന്ന് ഈസാ നബിയോട് ഇപ്പൊ ചോദിച്ചാൽ ഉത്തരം കിട്ടുമോ? ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാൻ പറ്റൂലേ? അല്ല, ഈസാ നബിന്റെ അനുയായികൾക്ക് പറ്റും, നമുക്ക് പറ്റൂല, അങ്ങനെ ഒരു ഹുക്കം ഉണ്ടാവും ഇസ്ലാമില്? അതാണ് ഞാൻ ചോദിച്ചാലോ, നമ്മുടെ കാര്യം നമ്മുടെ ഹുക്കുമാ ചോദിച്ചത്. അതന്നെ, ഈസാ നബിന്റെ അനുയായികൾക്ക് ശിർക്കായത് നമുക്ക് തൗഹീദാവോ? ഈസാ നബിന്റെ അനുയായികളോട് ചോദിക്കാൻ പറഞ്ഞല്ലോ. നിങ്ങളെ വീട്ടിന്റെ ഉള്ളിൽ ഒരു സാധനം ഒളിപ്പിച്ചു വെച്ചിട്ട് നിങ്ങൾ തിന്ന സാധനമൊക്കെ ഞാൻ പറഞ്ഞിരുന്നു പറഞ്ഞില്ലേ? ഈസാ നബിയുടെ അനുയായികൾ നമ്മളാണ്. അതെ, ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ നമ്മളാണ്. ആയിക്കോട്ടെ. അപ്പൊ നമ്മളിപ്പോ നമ്മളാണ്. ആയിക്കോട്ടെ, ഈസാ നബി വരുന്ന സമയത്ത് ചോദിച്ചാൽ ഉത്തരം കിട്ടുമോ? ഉത്തരം കിട്ടും. പിന്നെ ചെയ്യുന്ന ഈസാ നബി പറഞ്ഞില്ലേ? ആ ചോദിക്കുന്നതിന് കുഴപ്പമില്ല. അതുണ്ടോന്നാ ചോദിക്കണത്. കാരണം അപ്പൊ ശിർക്കാവൂലേ? അപ്പൊ അത് കുഴപ്പമാണെങ്കിൽ ശിർക്കാവൂലേ? അല്ല, അങ്ങനെ ചോദിക്കുന്നത് കുഴപ്പമില്ലാന്നാണ് പറഞ്ഞത്. അതെ, അത് കുഴപ്പമില്ലാന്നല്ല ഈസാ നബി ചോദിച്ചോളൂ എന്നല്ല പറയണേ. അല്ല, അങ്ങനെയാണ് ജീവിപ്പിക്കാനും പറഞ്ഞത്. എന്റെ കുട്ടിയെ ജീവിപ്പിക്കണം. അതെ, അപ്പൊ കുഴപ്പമില്ലാന്നല്ലേ വരുന്നേ? അപ്പൊ കുഴപ്പമില്ലാന്നല്ലേ വരുന്നേ? അത് അങ്ങനെയാണ് ശിർക്കാവണ്ടേ? ചോദിക്കുന്നതല്ല. കുഴപ്പമില്ലെങ്കിൽ എന്താണ് അതിന്റെ ഹുക്കം? കുഴപ്പമുണ്ടെങ്കിൽ എന്ന് പറയില്ലേ മൗലവി? കാരണം കുഴപ്പമില്ല എന്ന് ഉറപ്പല്ലേ? കാരണം എന്നോട് ചോദിച്ചോളൂ ഈസാ നബി പറയാണ്. കുഴപ്പമുള്ള സംഗതി ചോദിക്കാൻ പറയില്ലല്ലോ. നീട്ടിക്കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല.